ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പഠിച്ചു. പിന്നെ പഠിച്ചതായിരുന്നു ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ് സെൻട്രൽ ലിമിറ്റ് തിയറം. സെൻട്രൽ ലിമിറ്റ് തിയറം. ഈ സെൻട്രൽ ലിമിറ്റ് തിയറത്തിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു തിയറം ആണ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഈ സെൻട്രൽ ലിമിറ്റ് തിയറത്തിന് കുറെ അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് പല ഫോമിലുള്ള സെൻട്രൽ ലിമിറ്റ് തിയറം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സെൻട്രൽ ലിമിറ്റ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ ജനറൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ ഫോം മാറും. അപ്പൊ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. ഓക്കെ, എന്നോട് ഞാൻ പറയാം. സെൻട്രൽ ലിമിറ്റ് തിയറത്തിന് പല ഫോമുകൾ ഉണ്ട്. അതിന്റെ അസംഷൻസ്, അതായത് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾസിന്റെ ബേസ് ചെയ്തിട്ടുള്ള അസംഷൻസ് അനുസരിച്ച് സെൻട്രൽ ലിമിറ്റ് തിയറം പല രീതിയിൽ, പല ഫോമുകൾ, സയന്റിസ്റ്റുകൾ പല രീതിയിൽ അതിനെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ലിൻഡബർഗ് ലെവി ആയിട്ടുള്ള രണ്ട് സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറാണ്. ആ ഫോമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ലിൻഡബർഗ്, LINDEBERG, ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം. സെൻട്രൽ ലിമിറ്റ് തിയറിനെ നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് CLT എന്ന് എഴുതാറുണ്ട് കേട്ടോ. സെൻട്രൽ ലിമിറ്റ് തിയറത്തിനെ അബ്രിവേറ്റ് ചെയ്ത് നമ്മൾ CLT എന്ന് എഴുതാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. റാൻഡം വേരിയബിൾസിന്റെ അസംഷൻസ് മാറുന്നതിനനുസരിച്ച് പല ഫോമിലുള്ള സെൻട്രൽ ലിമിറ്റ് തിയറം ഉണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലിൻഡബർഗും ലെവിയും കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ ഫോം ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോളൂ. ആദ്യം ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം എഴുതുക. ലിൻഡബർഗ് ലെവി, അത് രണ്ട് സയന്റിസ്റ്റിന്റെ പേരാണ്. ലിൻഡബർഗ്, LINDEBERG, ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം. ലിൻഡബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം. സെൻട്രൽ ലിമിറ്റ് തിയറത്തിന് അബ്രിവേറ്റ് ചെയ്ത് CLT എന്ന് എഴുതാം. എഴുതിയോ? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോളൂ. ശ്രദ്ധിക്കണം, കുറച്ച് ലെങ്തി പ്രൂഫ് ആണ്. ഓരോ സ്റ്റെപ്പും എഴുതുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതാം. Let x1, x2, etc. xn, let x1, x2, etc. xn be a sequence of x1, x2, etc. xn be a sequence of independent and identically distributed x1, x2, etc. xn be a sequence of independent and identically distributed random variables with expected value of xi equal to mu and variance of xi equal to sigma square for I is equal to 1 to etc. up to n, comma, where we assume that 0 less than sigma square less than infinity. Let Sn equal to x1 plus x2 plus etc. plus xn. Then the normalized
random variable z equal to Sn minus nu divided by root n sigma square tends to n01 as n tends to infinity. Z equal to Sn minus nu by root n sigma square tends to n01 as n tends to infinity. ആൻഡ്രോയിറ്റി ഫഹദിന് എന്താ ഒന്നും കേൾക്കാനും കാണാനും പറ്റാത്തത്? കേൾക്കണില്ല? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ പ്രശ്നം? ഓക്കെ, എഴുതിയോ? സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ തിയറി സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? x1 x2 etc xn എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. ആ റാൻഡം വേരിയബിൾസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അതായത് റാൻഡം വേരിയബിൾസ് തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഓരോ റാൻഡം വേരിയബിൾസിന്റെയും മീനും സെയിം ആയിരിക്കും, വേരിയൻസും സെയിം ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരെണ്ണം x1 എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ x1ന്റെ മീനും മ്യൂ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ x2 നോർമൽ തന്നെ ഫോളോ ചെയ്യും, മീൻ മ്യൂ സിഗ്മ സ്ക്വയർ എക്സെട്ര xn നോർമൽ തന്നെ ഫോളോ ചെയ്യും, n മ്യൂ മ്യൂ സിഗ്മ സ്ക്വയർ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയറും നോർമൽ തന്നെയാണെന്നില്ല. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ടുള്ള റാൻഡം വേരിയബിൾസിന്റെ മീനും വേരിയൻസും എല്ലാം സെയിം ആയിരിക്കും. അതാണ് ഇവിടെ e of xi equal to mu and variance of xi equal to sigma square. അതായത് x1ന്റെ മീനും mu ആണ്, x2ന്റെ മീനും mu ആണ്, എക്സെട്ര xn വരെയുള്ള റാൻഡം വേരിയബിൾസിന്റെ മീനും mu തന്നെയാണ്. സിമിലർലി x1 x2 എക്സെട്ര xnന്റെ വേരിയൻസും ഓരോ റാൻഡം വേരിയബിൾസിന്റെ വേരിയൻസും സിഗ്മ സ്ക്വയർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് IID റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. Okay, we also assume that sigma square is finite, 0 less than sigma square less than infinity എന്നുള്ള അസംഷൻ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ആ റാൻഡം x1 plus etc plus xn അതിന് കൊടുത്ത പേരാണ് Sn. ഓക്കെ, ഈ റാൻഡം വേരിയബിൾസിന്റെ സമ്മിനെ നമ്മൾ Sn ആയിട്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ റാൻഡം വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ കിട്ടുന്ന റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എപ്പോ? സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന സിറ്റുവേഷനിൽ. ഓക്കെ, ഒരു റാൻഡം വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? Snനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. അപ്പൊ Snൽ നിന്ന് Snന്റെ മീൻ സബ്ട്രാക്ട് ചെയ്യുക, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറയാം. അത് ഓൾറെഡി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കുറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത വേരിയബിൾ അതാണ് Z. ഈ ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും പറയുന്നത്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. സെൻട്രൽ ലിമിറ്റ് തിയറം നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തു. ഈ റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. മാത്രമല്ല ഈ വേരിയബിൾസ് ഒക്കെ എന്താണ്? ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ റാൻഡം വേരിയബിളിന്റെയും മീനും വേരിയൻസും സെയിം ആണ്. ഏത് ഡിസ്ട്രിബ്യൂഷനോ ഫോളോ ചെയ്തോട്ടെ, x1 എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു അത് തന്നെ ആയിരിക്കും x2 എക്സെട്ര xn ഫോളോ ചെയ്യുക. അത് മാത്രമല്ല ഓരോ റാൻഡം വേരിയബിളിന്റെയും മീനും വേരിയൻസും സെയിം ആയിരിക്കും. Also we assume that sigma square is finite. അതാണ് 0 less than sigma square less than infinity എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു Sn എന്ന് പറഞ്ഞിട്ട്. Sn എന്ന് പറഞ്ഞിട്ടുള്ള റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അത് എങ്ങനെ ഡിഫൈൻ ചെയ്ത്? ഈ x1 x2 എക്സെട്ര xnന്റെ സമ്മിനെ നമ്മൾ Sn ആയിട്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ
SN നോർമലൈസ് ചെയ്താൽ, നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാലും സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, സ്റ്റാൻഡർഡൈസ് ചെയ്യുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം വേരിയബിളിൽ നിന്ന് അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുക. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വേരിയബിൾ, അതിന് നമ്മൾ Z എന്നുള്ള പേര് കൊടുത്തു. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സ്റ്റാൻഡേർഡ് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എപ്പോ? സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന സിറ്റുവേഷനിൽ, അതായത് n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ. ക്ലിയർ ആയോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? എന്തൊക്കെയാണ് അസംഷൻസ് എന്നും നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നും മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ അസംഷൻ, നമ്മൾ x1 x2 xn എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തു. എന്തൊക്കെ അസംഷൻസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു? ഈ റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. അത് മാത്രമല്ല, ഇതെല്ലാം ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഐഡന്റിക്കലി മീൻസ് x1 x2 xn എന്ന് പറഞ്ഞിട്ടുള്ള n റാൻഡം വേരിയബിൾസിന്റെയും മീന് സെയിം ആണ്. ഓരോന്നിന്റെയും മീന് സെയിം ആയിരിക്കും, അതിന്റെ വേരിയൻസും സെയിം ആയിരിക്കും. അതായത് x1ന്റെ മീനും വേരിയൻസും എന്താണോ അത് തന്നെ ആയിരിക്കും x2ന്റെയും x3യും. പിന്നെ അസംഷൻ ഉള്ളത് നമ്മൾ വേരിയൻസ് ഫൈനൈറ്റ് ആണെന്ന് കൂടി. ഈ ഇതേ അസംഷൻസ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ നമ്മളൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു, x1 x2 xn ന്റെ സം, അതിന് നമ്മൾ SN എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ SN എന്നുള്ള വേരിയബിളിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ, സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് റാൻഡം വേരിയബിളിനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ആ വേരിയബിളിൽ നിന്ന് അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്? സ്റ്റാൻഡേർഡ് നോർമൽ, അതായത് ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ n01 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എപ്പോ? n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, SNന്റെ മീൻ എങ്ങനെയാണ് NU ആയത്, വേരിയൻസ് എങ്ങനെയാണ് റൂട്ട് n സിഗ്മ സ്ക്വയർ ആയത്? നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കും, SN എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, x1 പ്ലസ് എക്സെട്ര പ്ലസ് xn. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് SN എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് xn. x1 x2 എക്സെട്ര xn ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xn എന്ന് എഴുതാം, അല്ലേ? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x1 എന്താണ്? മ്യൂ. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x2 മ്യൂ, എക്സെട്ര. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xn മ്യൂ. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ട് ഇവിടെ? n ടേംസ് ആണ് ഉള്ളത്. അപ്പൊ മ്യൂ നമ്മൾ n ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? nu. അതുകൊണ്ടാണ് ഇവിടെ മീൻ എന്ത് വന്നത്? nu എന്ന് വന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ വേരിയൻസ് നോക്കാം. വേരിയൻസ് എങ്ങനെയാണ് റൂട്ട് n സിഗ്മ സ്ക്വയർ വന്നതെന്ന് നോക്കാം. ഇതേപോലെ നമ്മൾ SNന്റെ വേരിയൻസ് ഉണ്ട്. വേരിയൻസ് ഓഫ് SN equal to variance of x1 plus x2 plus etc plus xn. ഇൻഡിപെൻഡന്റ് അഗൈൻ x1 x2 etc xn ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഈ സമ്മിന്റെ വേരിയൻസിനെ ഓരോ വേരിയബിൾസിന്റെയും വേരിയൻസിന്റെ സം ആയിട്ട് എഴുതാം. വേരിയൻസ് ഓഫ് x1 plus variance of x2 plus etc variance of xn എന്ന് നമുക്ക് എഴുതാം. വേരിയൻസ് ഓഫ് x1 നമുക്കറിയാം സിഗ്മ സ്ക്വയർ, ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് വേരിയൻസ് ഓഫ് x2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn സിഗ്മ സ്ക്വയർ. ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? n ടേംസ് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താവും? n സിഗ്മ സ്ക്വയർ ആവും. വേരിയൻസ് ആണ് n സിഗ്മ സ്ക്വയർ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് SN എന്താ? ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് SN, അല്ലേ? വേരിയൻസിന്റെ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് റൂട്ട് ഓഫ് n സിഗ്മ സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ഥലത്ത് റൂട്ട് n സിഗ്മ സ്ക്വയർ എന്ന് വന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് nu വന്നതെന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് റൂട്ട് n സിഗ്മ സ്ക്വയർ അറിയുന്നതും ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുമ്പോ നിങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ ഒരു ബോർഡിൽ ഈ ഫുൾ എഴുതി കഴിയുമ്പോൾ അത്രയും ഭാഗം നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi എന്ന് പറയുന്നത് മ്യൂ എന്ന് തന്നിട്ടുണ്ട്, അല്ലേ?
പിന്നെന്താണുണ്ട് വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഐ ഈക്വൽ ടു 1 to etc up to n. പിന്നെ എക്സ് ഐസ് ആർ ഇൻഡിപെൻഡന്റ് അല്ലെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്, എസ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ അല്ലെ. എസ് എൻ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ, അതിനെ ഞാൻ സമ്മാക്കി എഴുതിയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എസ് എന്നിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേരിയബിൾ, അതായത് z ഈക്വൽ ടു എസ് എൻ മൈനസ് എൻ യു ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ n01 എന്നാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം ദാറ്റ് നമുക്ക് വേരിയൻസ് അല്ലേ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ കിട്ടിയത്? അല്ലല്ലോ, വേരിയൻസ് എൻ സിഗ്മ സ്ക്വയർ എന്നല്ലേ കിട്ടിയത്? അതെ, എൻ സിഗ്മ സ്ക്വയർ. അപ്പൊ റൂട്ട് എടുക്കുമ്പോ റൂട്ട് എൻ സിഗ്മ എന്നല്ലേ വരുള്ളൂ, സിഗ്മ സ്ക്വയർ വരില്ലല്ലോ. ഇത് റൂട്ടിന്റെ ഉള്ളിലല്ലേ എൻ സിഗ്മ സ്ക്വയർ, ഇതിന്ന് റൂട്ട് മാറ്റുമ്പോൾ എന്താവും? റൂട്ട് എൻ സിഗ്മ എന്നാവില്ലേ? റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് സിഗ്മയാവുക. Assume that mxi of t, അതായത് moment generating function of xi exist for I equal to 1 to etc up to n. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് mxi എന്നെടുത്തത് നമ്മൾ ജനറൽ കേസ് ആയിട്ടാണ്. അതായത് ഓരോ റാൻഡം വേരിയബിൾസിനും മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അതായത് mx1 of t എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, mx2 of t എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സെട്ര mxn of t എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ n01 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം mz of t കൺസിഡർ ചെയ്തു. കൺസിഡർ mz of t. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e റേസ് ടു tz അല്ലേ? അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e റേസ് ടു t ഇൻറ്റു z എന്ന് പറഞ്ഞാൽ എന്താ? z ഈസ് sn മൈനസ് n mu ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ സ്ക്വയറിനെ ഞാൻ എങ്ങനെ എഴുതി? സിഗ്മ റൂട്ട് n എന്ന് എഴുതി. സിഗ്മ സ്ക്വയർ ഉള്ളത് കൊണ്ട് റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് സിഗ്മ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സിഗ്മയായി മാറും. റൂട്ട് എന്നിനെ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതാം. എഴുതിക്കൂടെ? എഴുതാമോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടി കൊണ്ട് ഓരോ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇ റേസ് ടു ടി എസ് എൻ ബൈ, ഒപ്പം ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, സിഗ്മ റൂട്ട് എൻ മൈനസ് ടി എൻ ന്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് എൻ. ഓക്കെ, അതായത് നമ്മൾ ഓരോ ടേമിനും ഈ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ടി കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു, ടി കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു, സിഗ്മ ബൈ റൂട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ ടി എൻ യു ബൈ സിഗ്മ റൂട്ട് എൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഏതാ? എസ് എൻ ആണ് നമ്മുടെ വേരിയബിൾ അല്ലേ? എസ് എൻ അല്ലാതെ വരുന്ന എല്ലാ ടേംസും നമുക്ക് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ടേമിൽ നമുക്ക്, അതായത് ഈ ഭാഗത്ത് നമുക്ക് എസ് എൻ വരുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ടഡ് വാല്യൂയുടെ പുറത്തേക്ക് നിർത്താം. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ്, ഇവിടെ ഒരു റൂട്ട് എൻ ഉണ്ട്, ഇവിടെ ഒരു എൻ ഉണ്ട്. അപ്പൊ ഒരു റൂട്ട് എൻ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അത് ബാക്കി എന്താവും? ഇ റേസ് ടു മൈനസ് റൂട്ട് എൻ മ്യൂ ടി ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇ റേസ് ടു ടി എസ് എൻ ബൈ സിഗ്മ റൂട്ട് എൻ. മനസ്സിലായോ? ഈ ടേം ശ്രദ്ധിക്കുക. ഈ ഇതൊക്കെ എക്സ്പോണൻഷ്യലിന്റെ പവറിലാണ് കേട്ടോ. ഈ രണ്ട് ടേമും ഇയുടെ പവറിലാണ് വരുന്നത്. അതിൽ ഈ ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഈ എക്സ്പെക്ടഡ് വാല്യൂയുടെ പുറത്തേക്ക് നിർത്താം. അപ്പൊ ഈ റേസ്റ്റ് ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. പിന്നെ ഇവിടെ ഒരു എൻ ഉണ്ട്, ഇവിടെ റൂട്ട് എൻ ഉണ്ട്. ഒരു റൂട്ട് എൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ റേസ്റ്റ് മൈനസ് റൂട്ട് എൻ മ്യൂ ടി ബൈ സിഗ്മ എന്ന് കിട്ടും. ബാക്കി എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ഇ റേസ്റ്റ് ടി എസ് എൻ ബൈ സിഗ്മ റൂട്ട് എൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പ്രൂഫ് എഴുതിക്കോളൂ. Given
expected value of xi, expected value of xi equal to mu, comma ഈ ബോർഡിലുള്ളത് അതേപോലെ തന്നെ എഴുതിക്കോളൂ. given expected value of xi equal to mu, variance of xi equal to sigma square, xi's are independent, Sn എഴുതുക, assume that ഇതുവരെ എഴുതുക കേട്ടോ, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ എന്നോട് പറയാം. ശ്രദ്ധിച്ച് എഴുതുക. എക്സ്പോണൻഷ്യലിന്റെ പവറിലുള്ളത് എക്സ്പോണൻഷ്യലിന്റെ പവറിൽ തന്നെ എഴുതുക, തെറ്റി എഴുതി വെക്കരുത്. എഴുതിയോ? എഴുതി. എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ച് ബാക്കിയൊക്കെ വായിക്കാണ്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? m z of t ആണ്. കുറച്ച് ലെങ്തി പ്രൂഫ് ആണ്, ശ്രദ്ധിക്കണം. നമ്മൾ ഒപ്പം എഴുതുന്നതിന്റെ ഒപ്പം മനസ്സിലാക്കി പോയാലാണ് പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുള്ളത് എങ്ങനെയാണ് ചെയ്തതെന്നല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ e⁻√n mu t by sigma അങ്ങനെ തന്നെ നിർത്തി. ഇനി ഇവിടെ നോക്കുക, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e⁻t Sn by sigma root n. ഇതിൽ Sn മാത്രമാണ് എന്ത്? വേരിയബിൾ. t by sigma root n എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതൊക്കെ നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ മാറ്റി എഴുതുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് Msn of t by sigma root n എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. Sn മാത്രമേ വേരിയബിൾ ഉള്ളൂ. അപ്പൊ വേരിയബിളിനെ ഇവിടെ നിർത്തിയിട്ട് കോൺസ്റ്റന്റിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ എഴുതി. ഇനി എന്തിനെങ്ങനെ എഴുതാം? e⁻√n mu t by sigma. Sn എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? സമ്മേഷൻ xi അല്ലെ? Sn mxi of t by sigma root n എഴുതാം അല്ലേ? ഇനി നമുക്കറിയാം x1 x2 എക്സെട്ര xn ഒക്കെ എന്താണെന്ന് തന്നിട്ടുണ്ട്? ഇൻഡിപെൻഡന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m x1 plus etc plus xn of t നെ നമുക്ക് എങ്ങനെ എഴുതാം?
mx1 of t into mx2 of t into etc mxn of t. അതായത് സമ്മിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതായത് പ്രോഡക്റ്റ് i equal to 1 to n mxi of t ഇത് നമുക്ക് എഴുതാം. x1 x2 etc xn ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ സമ്മിനെ നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താ, സം തന്നെയാണ്. സമ്മേഷൻ xi അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, e raised to minus root n mu t by sigma product i equal to 1 to n mxi of t by sigma root n. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പൊ m is the of t നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ mxi of t എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കൺസിഡർ mxi of t by sigma root n mxi of t by sigma root n നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e raised to t by sigma root n into xi അല്ലേ. mx of t വന്ന എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e raised to tx ആണ്. നമ്മുടെ t യുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് t by sigma root n ആണ്. e raised to x ന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എന്താ, 1 plus x by 1 factorial plus x square by 2 factorial plus etc. അപ്പൊ ഇവിടെ e raised to x ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്താ, t by sigma root n xi ആണ് നമുക്ക് x ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e raised to x ആണ്, x ന്റെ സ്ഥാനത്ത് ഇതാണ്. സോ 1 plus x by 1 factorial എന്ന് പറഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് t by sigma root n xi ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അത് തന്നെയാണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എഴുതുന്നില്ല, 1 ഫാക്ടോറിയൽ 1 ആയതുകൊണ്ട് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ബൈ സിഗ്മ റൂട്ട് n the whole square into xi square by 2 factorial plus etc. എഴുതിക്കൂടെ? കറക്റ്റ് ആണ് എഴുതിയത്? ഓക്കെ, അപ്പൊ ഇവിടെ വരെ എഴുതിയെടുക്കും, ഇതുവരെ എഴുതും. ഇവിടെ നിന്ന് മുതല് ബ്രാക്കറ്റിൽ വേണ്ട റീസൺസ് ഒക്കെ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇവിടെയൊക്കെ വരുമ്പോ എന്തുകൊണ്ട് ഇവിടെ പ്രോഡക്റ്റ് ആയി എഴുതാൻ ഈ റീസൺ എഴുതി വെക്കാം. ഇവിടെ നമ്മൾ എക്സിന്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് അതൊക്കെ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് ബാക്കിയൊക്കെ വായിക്കാണ്. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് mxi of t by root n sigma ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഞാൻ വെറുതെ എഴുതിയുള്ളവരെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ എക്സ്പെക്ടഡ് വാല്യൂ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1 എന്താ വരിക? വാട്ട് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1? e of 1 ഇരിക്കേണ്ട പ്രശ്നം. എന്തുകൊണ്ടാണ്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1 എന്ന് എഴുതി. ഇനി ഇവിടെ ടി ബൈ സിഗ്മ റൂട്ട് n കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിനെ പുറത്ത് നിർത്താം. എന്നിട്ട് ടി ബൈ സിഗ്മ റൂട്ട് n ഇൻറ്റു എക്സ്പെക്ടഡ് വേരിയബിൾസിനാണ് എപ്പോഴും എക്സ്പെക്ടഡ് വാല്യൂ കൊടുക്കുക നമ്മൾ കേട്ടോ. കോൺസ്റ്റന്റ്സിന് കൊടുത്താലും അത് കോൺസ്റ്റന്റിനെ ആയതുകൊണ്ട് നമുക്ക് അതിനെ പുറത്ത് നിർത്താം. പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ n സിഗ്മ സ്ക്വയർ സ്ക്വയർ ചെയ്തു കേട്ടോ, സ്ക്വയറിനെ വിളിച്ചു കൊടുത്തു. സോ ടി സ്ക്വയർ n സിഗ്മ സ്ക്വയർ into expected value of xi square divided by 2 factorial plus etc. Okay, ഇനി നമ്മള് യൂഷ്വലി എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi raised to r അല്ലെങ്കിൽ x raised to r നെ നമ്മള് ന്യൂ r ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ, rth റോ മൊമെന്റ്. അപ്പൊ ഇവിടെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം?
expected value of xi is mu1 dash അല്ലേ 1 plus t by sigma root n into ഇതിനെ നമുക്ക് mu1 dash ഇവിടെ r ന്റെ പവർ 1 ആണ് xi raised to r ആകുമ്പോഴാണ് അത് mu r dash ആവുന്നത് r 1 ആകുമ്പോൾ അത് mu1 dash ആവും plus t square by n sigma square into expected value of xi square എന്ന് പറഞ്ഞാൽ mu2 dash divided by 2 factorial plus etc. ഇത് കിട്ടി നമുക്ക് അതായത് m xi of t by root n sigma എന്ന് പറയുന്നത് 1 plus t by sigma root n into mu1 dash plus t square by n sigma square into mu2 dash divided by 2 factorial plus etc. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ mxi of t by root n സിഗ്മനെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore equation 1 becomes equation 1 എന്തായിരുന്നു mz of t equal to e raised to minus root n mu t by sigma into product I equal to 1 to n mxi of t by root n sigma ആയിരുന്നു അല്ലേ. അതിലെ ഒരു mxi of t by root n sigma ഇതാണ്. അപ്പൊ x1 ന്റെ ഇത് തന്നെയാണ്, x2 ന്റെ ഇത് തന്നെയാണ്, എക്സെട്ര xn ന്റെ മൊമെന്റം റേറ്റിംഗ് ഫംഗ്ഷൻ ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. അപ്പൊ സെയിം ആയതുകൊണ്ട് പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം, ഹോൾ റേസ് ടു n ആയിട്ട് എഴുതാം അല്ലേ. അങ്ങനെ എഴുതാനുള്ള കാരണം നമുക്കിവിടെ ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, പ്രോഡക്റ്റ് i equal to 1 to n 1 plus t by sigma root n mu1 dash plus t square by n sigma square mu2 dash by 2 factorial plus etc. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, e raised to minus root n mu t by sigma. ഇവിടെ ഒന്നും i ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റ് ചെയ്താൽ ഇതിനെ തന്നെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, raised to n t by sigma root n mu1 dash t by sigma root n mu1 dash plus t square by n sigma square mu2 dash by 2 factorial plus etc. whole raised to n. ഇതാണ് നമുക്ക് mz of t കിട്ടിയത്. whole raised to n എന്ന് എഴുതാനുള്ള കാരണം ഇവിടെ നമുക്ക് എവിടെയും i ഇല്ല. അപ്പൊ പ്രോഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ ടേമിനെ തന്നെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരേ a എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ a raised to n ആണ് വരിക. അതേപോലെ ഇവിടെ ഈ ടേം raised to n എന്നാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ലോഗരിതം എടുക്കണം. ലോഗ് mz of t കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കുക, ഇപ്പൊ ഇവിടെ ലോഗ് എടുത്താൽ ഇതിനെ നമുക്ക് ലോഗ് ഓഫ് e raised to minus root n t by sigma into 1 plus t by sigma root n mu1 dash plus t square by n t square ആണ്, t square by n sigma square mu2 dash by 2 factorial plus etc. raised to n. ഇങ്ങനെ എഴുതാം. ഹോൾ റേസ് ടു അല്ല, ഈ ടേമിന് മാത്രമേ റേസ് ടു n ഉള്ളൂ. രണ്ടവിടെ ലോഗരിതം എടുത്തു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഞാൻ ആദ്യം മുതൽ ഇതുവരെ എഴുതും, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ സ്റ്റെപ്പ് മുതൽ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വരെ എഴുതുക, തെറ്റിക്കാതെ എഴുതുക. ഓരോ ടേമും എഴുതി കഴിഞ്ഞാൽ പറയാം. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് xi അല്ല, ഇവിടെ അത് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, xi കൂടി ഉണ്ട്. പ്ലസ് ടി സ്ക്വയർ ബൈ എൻ സിഗ്മ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് xi സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര mxi ഓഫ് ടി ബൈ root n sigma equal to 1 plus t by n mu1 dash plus t square by n sigma square mu2 dash by 2 factorial plus etc. Therefore 1 becomes mz of t
equal to e raised to minus root n mu t by sigma product of I equal to 1 to n 1 plus t by sigma root n mu 1 dash plus t square n sigma square mu 2 dash by 2 factorial plus etc. Therefore mz of t equal to e raised to minus root n mu t by sigma 1 plus t by sigma root n mu 1 dash plus t square by n sigma square mu 2 dash by 2 factorial plus etc whole raised to n വരും. ഓക്കെ, പിന്നെ അതിന് ലോഗ് കൊടുക്കുക, എക്സ്പോണൻഷ്യൽ പോകാൻ വേണ്ടിയിട്ടാണ്. ലോഗ് ഓഫ് എം സെഡ് ഓഫ് ടി എന്താ വരിക? ലോഗ് ഇ റേസ് ടു മൈനസ് റൂട്ട് എൻ മ്യൂ ടി ബൈ സിഗ്മ ഇൻറ്റു 1 പ്ലസ് ടി ബൈ സിഗ്മ റൂട്ട് എൻ mu 1 dash plus t square by n sigma square mu 2 dash by 2 factorial plus etc all raised to n. Okay. കഴിഞ്ഞോ? മിസ് കഴിഞ്ഞു. ഇല്ല മിസ് ഉണ്ട്. അമ്മൻ്റെ കഴിഞ്ഞിട്ടില്ല, എൻ്റെ കഴിഞ്ഞു. മിസ് കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞല്ലേ? മിസ്സേ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെ. ഇതൊരു ടേം, ഇത് ഫുൾ ആയിട്ട് ഒരു ടേം, അതായത് എ ഇൻറ്റു ബി എന്നുള്ള ഫോമിലാണ്. ലോഗ് എ ബി ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലെ. അതായത് ലോഗരിതം ഓഫ് ഫസ്റ്റ് ടേം, ലോഗരിതം ഓഫ് ഈ ടേം പ്ലസ് ലോഗരിതം ഓഫ് ബാക്കി റിമൈനിങ് ടേം. ഇവിടെ ലോഗും ഇയും വരുന്നതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തേ വരുള്ളൂ? റൂട്ട് എൻ മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് ഈ ടേം മൊത്തം ഹോൾ റേസ് ടു എൻ. അപ്പൊ ലോഗ് ഓഫ് എ റേസ് ടു എൻ ഈസ് എൻ ലോഗ് എ. സോ എൻ ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് ടി ബൈ സിഗ്മ റൂട്ട് എൻ മ്യൂ 1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ n sigma square 2 dash by 2 factorial plus etc. അല്ലേ? log 1 plus t by sigma root n mu 1 dash plus t square by n sigma square into mu 2 dash divided by 2 factorial plus etc. ഇനി ഇവിടെ നോക്കുക, ലോഗ് എൻ ലോഗ് ഓഫ്, ഇവിടെ ലോഗ് ഓഫ് ഈ ടേമിനെ നമ്മൾ ഒരു ഒറ്റ ടേം ആയിട്ട്, അതായത് 1നെ മാത്രം ഒറ്റയ്ക്കാക്കി ബാക്കിയുള്ള ടേംസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാല് നമുക്കറിയാം ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ എന്താ? ലോഗ് 1 പ്ലസ് എക്സ് ഈസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സെട്ര അല്ലേ. അപ്പൊ ഇത് 1ഉം ഇത്രയും ടേമിനെ, ഈ ടേമിനെ ഫുൾ ആയിട്ട് നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് ലോഗ് 1 പ്ലസ് എക്സ് എന്നുള്ള ഫോമിലായി. അപ്പൊ നമുക്ക് ഈ എക്സ്പാൻഷൻ, ഏത് നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ എക്സ്പാൻഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? മൈനസ് റൂട്ട് എൻ മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് എൻ ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സിന്റെ ഫസ്റ്റ് ടേം എന്തായിരുന്നു? എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടേം മൊത്തം, അതായത് ടി ബൈ സിഗ്മ റൂട്ട് എൻ മ്യൂ 1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ n sigma square mu 2 dash by 2 factorial plus etc. ഇതാണ് നമ്മുടെ x മൈനസ് x square by 2. അപ്പൊ 1 by 2 ആദ്യം എഴുതി, ഈ x ന്റെ സ്ക്വയർ എഴുതണം. അതായത് t by sigma root n mu 1 dash plus t square by n sigma square mu 2 dash by 2 factorial
പ്ലസ് എക്സെട്ര ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഹോൾ സ്ക്വയർ എന്ന് വന്നത്. ഇവിടെ സ്ക്വയർ ആണ് കേട്ടോ. ഇവിടെ ഹോൾ സ്ക്വയർ നമുക്ക് അത്രയും ടേംസേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്ലസ് എക്സെട്ര എക്സ് ക്യൂബ് ബൈ 3 നമ്മൾ എഴുതുന്നില്ല. പ്ലസ് എക്സെട്ര എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി this is equal to minus root n mu t by sigma plus n into നമ്മൾ n-ന്റെ പവർ 1 വരെയുള്ള ടേംസിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതണം. n-ന്റെ പവർ 1-ൽ കൂടുതൽ ഉള്ളതിനെ നമ്മളിപ്പോ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഈ ഫസ്റ്റ് ടേമിൽ n-ന്റെ പവർ എന്താ? റൂട്ട് n എന്ന് പറഞ്ഞാൽ n-ന്റെ പവർ എന്താണ്? 1/2 ആണ്. അപ്പൊ നമുക്ക് ആ ടേം എഴുതാം, t by sigma root n mu 1 dash. ഇനി ഇവിടെ നോക്കുക, ഇവിടെ n-ന്റെ പവർ 1 ആണ്. അപ്പൊ 1 വരെയുള്ള ടേംസ് നമുക്ക് ആവശ്യമുണ്ട്. സോ t സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയർ mu 2 dash by 2 ഫാക്ടോറിയൽ പ്ലസ് ഇതിന്റെ അടുത്ത ടേം വരുമ്പോ എന്തായിരിക്കും? t ക്യൂബ് ബൈ എന്താ വരിക? n സ്ക്വയർ സിഗ്മ ക്യൂബ്. ഇതിന്റെ അടുത്ത ടേം വരുമ്പോ n-ന്റെ പവർ 1-നേക്കാളും കാട്ടിലും കൂടുതലായിരിക്കും. n raised to 3/2 ആണ് ഇതിന്റെ തൊട്ടടുത്ത ടേമിലുള്ള n-ന്റെ പവർ വരിക. അപ്പൊ നമ്മള് ഒരു സെക്കൻഡ് കേട്ടോ. സോറി, ഇടയിലൊരു കോൾ വന്നേ. അപ്പൊ ഇവിടെ നമ്മള് n-ന്റെ പവർ 1 വരെയുള്ള ടേംസ് മാത്രമേ എഴുതുന്നുള്ളൂ. n-ന്റെ പവർ 1-ൽ കൂടുതൽ ഉള്ളതിനെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ 2 ടേംസിന് മാത്രമേ n-ന്റെ പവർ, ഇവിടെ n-ന്റെ പവർ 1-നേക്കാളും കുറവാണ്, ഇവിടെ n-ന്റെ പവർ 1 ആണ്. ഇനി വരുന്ന എല്ലാ ടേംസിനും n-ന്റെ പവർ 1-നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 ടേംസ് മാത്രമേ ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ എഴുതുന്നുള്ളൂ. ഇനി അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ ടി നമുക്കറിയാലോ, a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഹോൾസ് അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഓരോ ടേമിലെയും സ്ക്വയർ ചെയ്യും, പിന്നെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമിൽ വന്നാൽ ഇതിന്റെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരിക. അപ്പൊ ഇവിടെ റൂട്ട് n ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ തന്നെ ഈ റൂട്ട് n സ്ക്വയർ ചെയ്താൽ n ആയി, n-ന്റെ പവർ 1 ആയി. ഇനി അടുത്തുള്ള ഏത് ടേം നമ്മൾ എടുത്താലും n-ന്റെ പവർ 1-നേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേം മാത്രമേ രണ്ടാമത്തെ ടേമിൽ നിന്ന് നമുക്ക് വരുള്ളൂ. അപ്പൊ അത് എന്ത് വരും? പ്ലസ് അല്ല വരിക, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആണ് വരിക. കാരണം ഇവിടെ മൈനസ് ആണ്. ആദ്യത്തെ ടേമിലെ 2 ടേംസ് എടുത്തു, പിന്നെയുള്ളതെല്ലാം n-നെക്കാളും കൂടുതലായതുകൊണ്ട് കൺസിഡർ ചെയ്തില്ല. രണ്ടാമത്തെ ടേം എടുക്കുമ്പോൾ ഈ ആദ്യത്തെ ടേം മാത്രമേ വരുള്ളൂ, കാരണം സ്ക്വയർ ആണ്. അപ്പൊ തന്നെ n-ന്റെ പവർ 1 ആയി. ഇനി നമ്മൾ ഏതൊരു ടേം ഇതിൽ കൺസിഡർ ചെയ്താലും n-ന്റെ പവർ 1-നെക്കാളും കൂടുതലായിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? -1/2 ടൈംസ് ടി സ്ക്വയർ അല്ലേ, അപ്പൊ ടി സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയർ mu 1 ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഇനി ബാക്കിയുള്ള n-ന്റെ പവർ 1-നെക്കാളും വരുന്ന എല്ലാ ടേംസിനെയും നമ്മൾ എങ്ങനെയൊക്കെ എഴുതി? 1 divided by order of n raised to 3/2 എന്നാക്കി എഴുതി. അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ 3 ടേംസ് അല്ലാതെ ഇനി വരുന്ന ഏത് ടേം നമ്മൾ കൺസിഡർ ചെയ്താലും അതിലെല്ലാം n-ന്റെ പവർ 3/2 3/2-നെക്കാളും കൂടുതലോ ആയിരിക്കും. ആ ടേംസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ടേമുകളെല്ലാം n-ന്റെ പവർ 1-നെക്കാളും വരുന്ന എല്ലാ ടേമുകളെയും കൂടി ഒരുമിച്ച് 1 by order of n raised to 3/2, അതായത് n raised to 3/2 അതിനെക്കാട്ടിലും കൂടുതലോ വരുന്ന ടേംസ് ആണ് ഇത് കഴിഞ്ഞതെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇത്രയും ടേംസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എന്താ പക്ഷെ അങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലാവണില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. നമ്മളിവിടെ log xന്റെ എക്സ്പാൻഷൻ ആണ് എഴുതിയത്. ഇനി അടുത്തേക്ക് വരുമ്പോ നമ്മൾ ഈ 3 ടേമുകളിൽ നിന്ന് n-ന്റെ പവർ 1 വരെയുള്ള ടേംസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നെഗ്ലക്ട് ചെയ്യണം. ആ നെഗ്ലക്ട് ചെയ്യുന്ന ടേംസിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. നമുക്ക് ആവശ്യം ഇത്രയും ടേംസേ ഉള്ളൂ. കാരണം നമ്മുടെ സാമ്പിൾ സൈസ് ലാർജ് ആവും തോറും ഇവിടെ n ഡിനോമിനേറ്ററിലാണ് അല്ലെ, അപ്പൊ n ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ഇവിടെ ഏതൊക്കെ ടേം വന്നാലും ആ ടേംസ് എല്ലാം എന്തായി പോവും? 0 ആയിട്ട് പോകും. മനസ്സിലായോ?
ഇവിടെ n ഡിനോമിനേറ്ററിലാണ്, നമ്മൾക്ക് n ഇൻഫിനിറ്റിയിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്ലസ് കഴിഞ്ഞ് വരുന്ന എല്ലാ ടേംസിലും ഡിനോമിനേറ്ററിൽ n ഉണ്ടാവും. ആ n എല്ലാം ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ആ ടേംസ് ഒക്കെ എന്തായി പോകും? 0 ആയിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് ആ ടേംസിനെ കൺസിഡർ ചെയ്യാത്തത് നമ്മൾ. ഓക്കെ, നമുക്ക് ഇത്രയും ടേംസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ എന്നിന്റെ പവർ 1 1ൽ കുറവുള്ള ടേംസ് എഴുതി, ബാക്കിയുള്ള എല്ലാ ടേംസിനെയും നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി this is equal to minus root n mu t by sigma. ഈ n കൊണ്ട് ഇവിടെ പുറത്തിരിക്കുന്ന ഈ n കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, ഈ n കൊണ്ട് ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ n ഉണ്ട്, ഡിനോമിനേറ്ററിൽ റൂട്ട് n ഉണ്ട്. അപ്പൊ ഒരു റൂട്ട് n ക്യാൻസൽ ചെയ്ത് പോയിട്ട് അത് റൂട്ട് n ആവും. mu1 dash എന്ന് പറഞ്ഞാൽ മീൻ ആണ് അല്ലേ? മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. e of xi is mu എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് mu1 ഡാഷിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് n t mu by sigma എഴുതാം. പ്ലസ് ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മളൊരു എന്ത് പ്രൂവ് ചെയ്യണോ, അല്ല എന്ത് പുറത്തേക്ക് എടുക്കണോ? t സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കണോ? t സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയർ പുറത്തെടുത്തു. ഈ ഒരു n കൊണ്ട് നമ്മൾ ഈ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു സെക്കൻഡ്. ഈ ടേം n കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണതിന് മുന്നേ n ഇവിടെ തന്നെ ഇരുന്നോട്ടെ. t ബൈ സിഗ്മ റൂട്ട് n mu1 ഡാഷ് എന്ന് പറഞ്ഞാൽ mu ആണ്, കാരണം മീൻ എന്ന് പറയുന്നത് mu ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ t സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയറിനെ കോമൺ എടുക്കുന്നു. ഓക്കെ, t സ്ക്വയർ ബൈ n സിഗ്മ സ്ക്വയർ അല്ല, t സ്ക്വയർ ബൈ 2n സിഗ്മ സ്ക്വയറിനെ പുറത്തെടുക്കും, കാരണം ഇവിടെയും 2 ഉണ്ട് ഇവിടെയും 2 ഉണ്ട്. അപ്പൊ mu dash minus mu1 dash the whole square plus or 1 by order of n raised to 3/2. മനസ്സിലായോ? അത് എഴുതിയെടുക്കും. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതും. റീസൺ കുറച്ച് താഴ്ത്തിക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് e of xi എന്ന് പറയുന്നത് mu ആണ്. അതുകൊണ്ടാണ് ഇവിടെ mu1 dash എന്ന് പറഞ്ഞത് mu ആയത്. ഇത് 1 by order of n raised to 3/2 തന്നെയാണ് ഇവിടെ. ഇത്ര എഴുതിയെടുക്കും. ശ്രദ്ധിച്ച് എഴുതുക, ഓരോ സ്റ്റെപ്പും മിസ്റ്റേക്കുകൾ വരുത്തരുത്. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാറുണ്ട് സെൻട്രൽ ലിമിറ്റ്. x minus x square by 2 plus x square by 3 minus etc. That is equal to minus root n mu t by n into t by sigma root n mu1 dash plus t. ഇല്ല അമ്മ എഴുതാ. കഴിഞ്ഞിട്ടില്ലേ ക്ലാസ്? ഇപ്പോഴാ? ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കമ്മ, എഴുതിക്കൊണ്ടിരിക്കുക ബോഡിന്ന്. മിസ് കഴിഞ്ഞു. പോയി. ഞാൻ ഇനി ലാസ്റ്റത്തെ പറയാം. of t ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. log mz of t മൈനസ് റൂട്ട് n mu t by sigma. ഇനി നമ്മൾ ആ n പുറത്തുള്ളത് കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? റൂട്ട് n t. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ആ സ്റ്റെപ്പ് എഴുതാം. n into t by root n sigma mu plus t square by 2n sigma square നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. mu2 dash minus ഇത് നിങ്ങൾ എഴുതേണ്ട, ഓൾറെഡി എഴുതിയ സ്റ്റെപ്പ് ആണ്. mu1 dash the whole square plus 1 by order of n raised to 3/2. ഇത്രയാണ് നമ്മൾ എഴുതി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മള് n കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? മൈനസ് റൂട്ട് n mu t by sigma പ്ലസ് n കൊണ്ട് ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റൂട്ട് n ഒരു റൂട്ട് n ക്യാൻസൽ ചെയ്തിട്ട് റൂട്ട് n mu t by sigma എന്നാവും.
രണ്ടാമത്തെ ടേമിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയിട്ട് p സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്നാവും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് എന്താണ്? μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയൻസ്. വേരിയൻസ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സിഗ്മ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ സിഗ്മ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പ്ലസ് 1 ബൈ ഓർഡർ ഓഫ് n റേസ് ടു 3/2. സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്തേ വന്നുള്ളൂ? p സ്ക്വയർ ബൈ 2 പ്ലസ് 1 ബൈ ഓർഡർ ഓഫ് n റേസ് ടു 3/2. ഓക്കെ, ഇനി ഈ ടേം ദിസ് ടേം നമ്മളിവിടെ ദിസ് ടേം ടെൻസ് ടു t സ്ക്വയർ ബൈ 2 when n tends to infinity. അതായത് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ലോഗ് mz ഓഫ് ടിക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ n സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ ഇവിടെ n ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ ഈ t സ്ക്വയർ ബൈ 2 കഴിഞ്ഞ് വരുന്ന എല്ലാ ടേംസിലും n ഡിനോമിനേറ്ററിൽ ഉള്ളത് കൊണ്ട് n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ആ ടേമുകളെല്ലാം 0 ആയി പോകും. അപ്പൊ ലോഗ് mz ഓഫ് t tends to t സ്ക്വയർ ബൈ 2 when n tends to infinity. ഓക്കെ, n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോ അതായത് ലോഗ് mz ഓഫ് t tends to t സ്ക്വയർ ബൈ 2 when n tends to infinity. This implies mz ഓഫ് t എന്തിലോട്ട് പോകും? രണ്ട് ലോഗ് കളയാൻ രണ്ടോടെ എക്സ്പോണൻഷ്യൽ എടുക്കണം. mz ഓഫ് t tends to e raised to t സ്ക്വയർ ബൈ 2 when n tends to infinity. ഈ e raised to t സ്ക്വയർ ബൈ 2 എന്നുള്ള mgf എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? e raised to t square by 2 എന്നുള്ള മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്തിന്റെയാണ്? എക്സ്പോണൻഷ്യൽ. This is the mgf of a standard normal distribution. n01 ഡിസ്ട്രിബ്യൂഷന്റെ mgf ആണ് e raised to t square by 2. അല്ലെങ്കിൽ നമ്മുടെ നോർമലിന്റെ mgf എന്തായിരുന്നു? e raised to mu t plus t square sigma square by 2 എന്നാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ mgf. അതിൽ മ്യൂന് 0 ഇട്ട് കൊടുക്കുക, സിഗ്മയ്ക്ക് 1 ഇട്ട് കൊടുക്കുക. മ്യൂ 0 ആവുമ്പോ ഈ ടേം ഫുള്ള് 0 ആയി പോയി. സിഗ്മ 1 ആവുമ്പോ t സ്ക്വയർ ബൈ 2 മാത്രം, അതായത് e raised to t square by 2. അതാണ് ഇവിടെ കിട്ടിയ mgf. മനസ്സിലായോ? സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ mgf എന്ന് പറയുന്നത് e raised to mu t plus t square sigma square by 2 ആണ്. അതിൽ മ്യൂ 0യും സിഗ്മ 1 ആവുമ്പോഴും കിട്ടുന്ന mgf ആണ് e raised to t square by 2. ക്ലിയർ ആയോ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് നോർമലിന്റെ mgf ആണ് e raised to t square by 2. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? z follows n01 when n tends to infinity. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോ z എന്ന് പറയുന്നത് n01 ഫോളോ ചെയ്യുന്നു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. കാരണം മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂണീക്ക് ആണ്. ഒരു ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ സെഡിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to t square by 2 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? z is a standard normal variable അല്ലെങ്കിൽ z follows standard normal distribution when n tends to infinity. അതുകൊണ്ടാണ് നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടത് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതുവരെ എഴുതുക, ലാസ്റ്റ് വരെ എഴുതുക, when n tends to infinity വരെ എഴുതുക. ബോർഡ് നോക്കി.
മിസ് കഴിഞ്ഞു. ഓക്കെ. Hence, അപ്പൊ ഇത് therefore z equal to Sn minus nu divided by sigma root n follows അല്ലെങ്കിൽ tends to n01 when n tends to infinity. Hence the proof. very small proof. Another page. എഴുതിയോ? മിസ് എഴുതി. ഓക്കെ. അപ്പോ സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും ആണ് പറഞ്ഞത്. ഇനി അതിന്റെ കുറച്ച് അസംഷൻസ് ഒക്കെ ഏതാണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഈ തിയറത്തിന്റെ പ്രൂഫ് എഴുതി തന്നെ പഠിക്കുക, വായിച്ചു പഠിച്ചാൽ കിട്ടില്ല. കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. ഓക്കെ, ചെയ്യില്ലേ? ഓക്കെ, പിന്നെ അറ്റൻഡൻസ് എടുക്കാം. നാളെയും ക്ലാസ് രാവിലെ 10 മണിക്ക് തന്നെയാണ്. 9:50 ആകുമ്പോഴേക്കും എല്ലാവരും ഓൺലൈനിൽ ഉണ്ടാവും.